ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ എൻ്റെ പേര് മാളവിക. നിങ്ങൾ ആദ്യമാണ് എൻ്റെ ചാനൽ കാണുമെങ്കിൽ നിങ്ങൾ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഇന്ന് വ്ളോഗിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ഇന്ന് എൻ്റെ എൻഗേജ്മെൻറ്റിൻ്റെ വ്ളോഗാണ്. അപ്പോൾ രാവിലെ ഒരു 6 മണിയൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളൊരു റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു തോപ്പുംപടിയിലെ റാസ് റെസിഡൻസിയിൽ. അപ്പോൾ ഞാൻ ഓർത്തു നമുക്ക് ഫസ്റ്റ് തന്നെ ഒരു വ്ളോഗ് എടുക്കാമെന്ന്. മേക്കപ്പ് ആർട്ടിസ്റ്റ് വരുന്നതിന് മുന്നേ ഞാൻ ഭയങ്കര ആക്റ്റീവായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച് എന്തായാലും വ്ളോഗ് എടുക്കാം. അങ്ങനെ ഞാൻ നിങ്ങൾക്ക് റൂമൊക്കെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. കാരണം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട റൂം. എൻ്റെ ചേച്ചിയാണ് എനിക്കിങ്ങനെ റൂമൊക്കെ കറക്റ്റായിട്ട് സൂപ്പറായിട്ട് ബുക്ക് ചെയ്ത് തരുന്നത്. അവളൊരു അടിപൊളിയാണ്. അപ്പം ഇതാണ് എൻ്റെ റൂം ടൂർ ഗൈസ്. പിന്നെ ഇന്ന് എൻ്റെ എൻഗേജ്മെൻ്റ് ആണെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ അച്ഛൻ്റെ കൂടെ ബൈക്കിൽ വരുമായിരുന്നു. അപ്പോൾ എനിക്ക് എൻ്റെ ഇങ്ങനെ ഞാൻ കൺഫ്യൂഷൻ അടിച്ചു. ഞാൻ ഇത് തന്നെയാണോ എന്താണ് ശരിക്കും ഇതൊക്കെ നടക്കുവാണല്ലോ എന്നൊക്കെ എനിക്ക് എന്തൊക്കെയൊക്കെയോ ഫീലിംഗ് വരുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 6:30 ഒക്കെ ആയപ്പോഴത്തേക്കും മേക്കപ്പ് ആർട്ടിസ്റ്റ് എത്തി കേട്ടോ. ഞങ്ങൾ ദേശാഭിമാനിയിലുള്ള ലില്ലി മേക്കപ്പ് സ്റ്റുഡിയോ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. എല്ലാവരും പറഞ്ഞു അടിപൊളി മേക്കപ്പ് ആയിരുന്നെന്ന്. അപ്പം മേക്കപ്പ് ആർട്ടിസ്റ്റ് വരാറായി. പിന്നെ എൻ്റെ സൗണ്ട് നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട, കാരണം എനിക്ക് കോൾഡാണ്, അതുകൊണ്ടാണ് എൻ്റെ സൗണ്ട് ഇങ്ങനെ ഇരിക്കുന്നത്. ആക്ച്വലി എൻ്റെ സൗണ്ട് ഇങ്ങനെയല്ല. പിന്നെന്താ, മേക്കപ്പ് ആർട്ടിസ്റ്റ് അപ്പോൾ വന്നപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ അങ്ങനെ ഫുൾ മേക്കപ്പായിട്ട് ചെയ്യാറില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. എൻ്റെ മേക്കപ്പ് അടിപൊളിയായിരിക്കുമോ ഇല്ലയോ അല്ലെങ്കിൽ ഇങ്ങനെ വളുപ്പാവുമെന്നൊക്കെ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ സത്യം പറഞ്ഞാൽ എല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞ് നന്നായിട്ടുണ്ടെന്ന്. കാരണം ഞാൻ ഫുൾ ഇങ്ങനെ കൺസീലർ, ഫൗണ്ടേഷൻ, ഐ ഷാഡോ അങ്ങനെ ഫുള്ളായിട്ട് ഞാൻ മേക്കപ്പ് ചെയ്യാറില്ല. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. ഇങ്ങനെ ഭയങ്കര ഓവറല്ലായിരുന്നു എന്നാൽ അതേ സമയം മേക്കപ്പും ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞിരുന്നു എനിക്ക് കേളി ഹെയർ തന്നെ വേണമെന്ന്. അപ്പോൾ കേളി ഹെയർ തന്നെയാണ് ചെയ്തത്. അങ്ങനെ ഞാൻ പിന്നെ തിരിച്ച് വീട്ടിലേക്ക് വന്നു. രാവിലെ ഒരു 10:30 അപ്പോൾ ഞാൻ വീടെത്തി. ഒരു 10 ഒക്കെ ആകുമ്പോഴത്തേക്ക് എത്തണം എന്നായിരുന്നു, പക്ഷെ എത്താൻ പറ്റിയില്ല. അങ്ങനെ ഞങ്ങൾ വേഗം ഫോട്ടോസൊക്കെ എടുത്തിട്ട് അവിടെ നിന്ന് വേഗം ഇറങ്ങി കേട്ടോ ഹാളിലേക്ക്. കാരണം ചുമ്മാ ലേറ്റ് ആവണ്ട വിചാരിച്ചിട്ട്. മോസ്റ്റ് അവൈറ്റഡ് ഡേ ആണ്. ബജാലിന്റെ എൻഗേജ്മെന്റ് ആണ്. ക്യാമറ തിരിക്കാൻ പറ്റില്ല. എൻഗേജ്മെന്റ് ആണെന്ന് നമുക്ക് പിന്നെ കാണാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ രാവിലെ ഹാളിൽ എത്തിയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച്. കാരണം ഫോട്ടോസാണല്ലോ എല്ലാം. അങ്ങനെ നമ്മൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് കുഴപ്പമില്ല, നല്ല അടിപൊളിയായിരുന്നു. ഫോട്ടോഗ്രാഫേഴ്സൊക്കെ നല്ല കമ്പനി തന്നെയായിരുന്നു. അതുകൊണ്ട് അങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ പോസ് ചെയ്യാനൊക്കെ. നമുക്ക് പോസൊന്നും അറിയില്ലെങ്കിൽ അവർ പോസൊക്കെ പറഞ്ഞു തരും. അപ്പം നമ്മൾ കൂടുതൽ കഷ്ടപ്പെടണ്ട. അപ്പോൾ ഞാനിങ്ങനെ ഓരോ ഫോട്ടോ എടുക്കാൻ വേണ്ടി റോഡിൻ്റെ അവിടെ ഇവിടെയൊക്കെ നിൽക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെ എൻ്റെ കസിൻസ് ആയിട്ട് ഈ വീഡിയോ ഒക്കെ എടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ, കാരണം നമ്മൾക്ക് സമയം ഇങ്ങനെ എടുക്കാൻ പറ്റില്ലല്ലോ, ഞാനായിട്ട് തന്നെ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് കസിൻസൊക്കെ എടുത്തിരുന്നതാട്ടോ എനിക്ക് വീഡിയോസ്. പിന്നെ ഈ വീഡിയോസ് ഞാൻ എപ്പോഴാണ് പോസ്റ്റ് ചെയ്യാൻ പോകുന്നതെന്ന് എനിക്ക് ഒരു ഐഡിയയും ഇല്ല. ഞാൻ ഇതെപ്പോൾ പോസ്റ്റ് ചെയ്യുന്നത് എനിക്കൊരു ഐഡിയ ഇല്ല. പക്ഷെ ഞാൻ എപ്പോഴെങ്കിലും പോസ്റ്റ് ചെയ്യും. കഴിഞ്ഞിട്ട് നമ്മളിതാ കയറാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് എൻ്റെ ഹാളിൻ്റെ ഡെക്കോറൊക്കെ. നമ്മളുടെ ഡെക്കോറൊക്കെ ചെയ്തിരിക്കുന്ന മിന്നൂസ് ബോംബെ ഈവൻറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഈവൻറ്റിൻ്റെ ആൾക്കാരാണ്. അടിപൊളിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവരുടെ ഈവൻറ്റിൻ്റെ ഡെക്കോറെല്ലാം. അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളിയാണ്. ഫോട്ടോഗ്രാഫി അവർ തന്നെയാണ്. അപ്പം എന്നിട്ട് എൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ജസ്റ്റ് കയറാൻ പോവാണ്. അപ്പോൾ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഇങ്ങനെ നമ്മൾ കയറുമ്പോഴത്തേക്കും ജസ്റ്റ് ചെക്കിനും പെണ്ണും ആയിട്ട് എൻട്രി വേണം. പിന്നെ അതേപോലെ തന്നെ ഫ്ലവർ ബ്ലാസ്റ്റ് വേണം. അതൊക്കെ ആ ചേട്ടൻ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു ഈവൻറ്റിൻ്റെ ആൾക്കാർ. അപ്പം എനിക്കൊരു ഇങ്ങനെ ഒരു സോങ് വേണമെന്നും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതൊക്കെ ആ ചേട്ടനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിന് നമ്മൾ റെഡി ആവട്ടെ പോകാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ സംസാരിച്ചൊക്കെ നിൽക്കുമായിരുന്നു ഞങ്ങൾ ഫാമിലി എല്ലാവരുമായിട്ട്. അത് കഴിഞ്ഞിട്ട് എന്താ,
പിന്നെ പോണല്ലോ. അത് കഴിഞ്ഞിട്ട് പാലക്കാട് നിന്ന് കുറച്ച് ചടങ്ങുകളുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതൊക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫുൾ ഫോട്ടോ സെഷൻ ആയിരുന്നു. അങ്ങനെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് പിന്നെ ഫുഡൊക്കെ കഴിച്ച് പിന്നെ നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി വേറൊരു സ്ഥലത്ത് പോയി. അപ്പോൾ അത്ര തന്നെ നമ്മൾ വീഡിയോയിൽ എടുത്തിട്ടുള്ളൂ. പിന്നെ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടാറ്റാ.